വെൽക്കം ബാക്ക് ടു ബിഫോർ ഇനോസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്നൊരു വൈറ്റമിൻ സി സിറം എങ്ങനെയാണ് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല എഫക്റ്റീവാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നോക്കിയാൽ കാണാം എൻ്റെ ഫേസിൽ നല്ലൊരു ഗ്ലോ ഉണ്ട്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ നമ്മളുടെ ബിഫോർ ന്യൂസിലെ വീഡിയോസിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇത്ര ഗ്ലോ ഒന്നുമില്ല നമ്മളുടെ എൻ്റെ സ്കിന്നിന്. അപ്പോൾ ഞാൻ ഈ സിറം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നല്ലൊരു ഗ്ലോ വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മളുടെ ഫേസിൽ. എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചെറിയൊരു തിളക്കമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഈ സിറമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് രണ്ടേ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഒന്ന് കുക്കുംബറും പിന്നെ അലോവേര ജെല്ലും. അപ്പോൾ കുക്കുംബർ ഞാനിവിടെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് ഞാൻ എടുത്തത്. അതിൻ്റെ സ്കിന്ന് റിമൂവ് ആക്കിയിട്ട് മിക്സിയിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് അരച്ചെടുത്തു. അതിൻ്റെ ജ്യൂസ് എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു. പിന്നെ അലോവേര ജെല്ലാണ്. ഈ അലോവേര ജെല്ല് ഞാൻ ബഞ്ചാറസിൻ്റെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ജ്യൂസ് എത്രത്തോളം എടുക്കുന്നോ അത്രയും തന്നെ നമ്മൾ അലോവേര ജെല്ലും ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് നല്ലൊരു കണ്ടെയ്നറിലേക്ക് ഒന്ന് ഒഴിച്ച് വെക്കാം. എന്നിട്ട് അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ നമ്മൾക്ക് ഡെയിലി ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യത്തിന് അത് ഉപയോഗിക്കാം. അപ്പോൾ രാവിലെയും വൈകിട്ടും നമ്മൾ ഇതുപോലെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് എങ്കിൽ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സിറം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. വല്ലാതെ അങ്ങോട്ടിട്ട് ഫേസിൽ സ്ക്രബ് ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ട്വൈസ് എ ഡേ നമ്മൾ യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. നല്ല ബ്രൈറ്റും നല്ല ഗ്ലോയും ഉണ്ടാവും. നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഫേസിൽ നോക്കിയാൽ കാണാൻ പറ്റും നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം. ബൈ.